Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട്പാഡിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ HTML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്റർ നോട്ട്പാഡ് ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നോട്ട്പാഡ് ഓപ്പൺ ചെയ്യാം. ഈ HTML ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സിമ്പിൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എഴുതേണ്ട ടാഗ് HTML ടാഗാണ്. ഓക്കെ, ആദ്യം ഓപ്പൺ HTML, ഒരു ക്ലോസിംഗ് ബ്രേസസും ഒരു ഓപ്പണിംഗ് ബ്രേസസും ഒരു ക്ലോസിംഗ് ബ്രേസസും HTML എഴുതുക. അതിൻ്റെ കൂടെ തന്നെ അത് ക്ലോസ് ചെയ്യുന്ന ടാഗും കൂടെ എഴുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. നമ്മൾ ഈ HTMLനകത്ത് ഏത് ടാഗ് ഓപ്പൺ ചെയ്താലും അതതിൻ്റെ യൂസ് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കഴിഞ്ഞു. ഇനി ഇത് എൻ്റർ അടിക്കാം. ഇത് ഏറ്റവും അവസാനമല്ല ക്ലോസ് ചെയ്തത്, ആദ്യം ഓപ്പൺ ചെയ്തത് ഏറ്റവും ആദ്യമല്ലേ HTML ടാഗ് തുറന്നത്, അപ്പോൾ ഏറ്റവും അവസാനം അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പോൾ അടുത്ത് എഴുതുന്ന ടാഗാണ് ഹെഡ് ടാഗ്. ഹെഡ് ടാഗ് കൊടുക്കാം. ഹെഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡിങ് പാർട്ടൊക്കെ വരുന്നത് എന്താണോ അതാണ് നമ്മുടെ ഹെഡ് ടാഗിൽ കൊടുക്കുക. ഓക്കെ, അതും നമുക്ക് ക്ലോസിങ് അതിൻ്റെ കൂടെ തന്നെ എഴുതാം. ടാഗ് നമുക്ക് ജസ്റ്റ് താഴോട്ടാക്കാം. ഇനി ഹെഡിങ്ങിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ടാഗാണ്, വേറൊരു ടാഗുണ്ട്, ടൈറ്റിൽ ടാഗ്. ടൈറ്റിലിനകത്ത് നമ്മൾ എന്താണ് കൊടുക്കുക, എന്തെങ്കിലും ഒരു ടൈറ്റിൽ, മൈ ഫസ്റ്റ് HTML പ്രോഗ്രാം എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അതായത് ടൈറ്റിൽ ഒരു ടൈറ്റിലേ ഉള്ളൂ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസും ചെയ്യണം. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു ടൈറ്റിലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ യൂസ് അവിടെ തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് ആ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഹെഡ് ക്ലോസ് ചെയ്യാം. ഇനി ഹെഡിങ്ങിനകത്ത് എനിക്ക് കൊടുക്കാനൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബോഡി ടാഗ്. ബോഡി, അപ്പോൾ എന്താണ്, ബോഡി ഓപ്പൺ ചെയ്യാൻ വേണം, ക്ലോസ് ചെയ്യുന്നതും കൂടെ തന്നെ ചെയ്യാനാണ് കേട്ടോ. ചെയ്യാൻ വിട്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല, അവസാനം ചെയ്താൽ മതി. ഇത് ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിസിബിൾ പാർട്ട് എന്തൊക്കെയാണോ അതൊക്കെ ബോഡി ടാഗിനകത്ത് എഴുതിയാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതെന്താണെന്ന് പറയാം. ഫസ്റ്റ് നമുക്കിപ്പോൾ ഈ ടൈറ്റിലും ഹെഡും ഒക്കെ കൊടുത്തല്ലോ, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫയലിൽ ഇത് സേവ് ചെയ്യാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഹലോ എന്ന് കൊടുക്കാം. .html പ്രത്യേകം ശ്രദ്ധിക്കുക, സേവ് ചെയ്യുമ്പോൾ .html കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു ടെക്സ്റ്റ് ഫയലായിട്ടേ സേവ് ആവത്തുള്ളൂ. എന്നിട്ട് സേവ് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാം. അതായത് കണ്ടോ, hello.html എന്ന് പറഞ്ഞു വന്നത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മുടെ ബോഡി പാർട്ടിനകത്ത് എന്ത് എഴുതുന്നു അതേ ഇവിടെ വിസിബിൾ ആയിരിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ കാണാം മൈ ഫസ്റ്റ് HTML പ്രോഗ്രാം എന്ന് കിടക്കുന്നത് കണ്ടോ. അതെവിടെയാണ്, ഞാൻ ഹെഡിങ്ങിനകത്ത് ടൈറ്റിൽ ടാഗിൽ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ടൈറ്റിൽ എന്താണോ കൊടുത്തത് അതായിരിക്കും ഇവിടെ വരിക. മനസ്സിലായോ? മൈ ഫസ്റ്റ് HTML പ്രോഗ്രാം. ഇനി ഇവിടെ എന്ത് വരണം എന്നുള്ളത്, അതായത് ഈ നമ്മുടെ വിസിബിൾ പോർഷനിൽ എന്ത് വരണം എന്നുള്ളത് നമ്മൾ ബോഡി ടാഗിലാണ് എഴുതുന്നത്. പിടികിട്ടിയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ടാഗാണ് ഹെഡിങ്. ഇനി നമ്മളിത് എഴുതാൻ പോവാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വിസിബിൾ പോർഷനിൽ എന്തെങ്കിലും എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് വേണമല്ലോ. ഇപ്പോൾ ഈ ടൈറ്റിൽ നിന്ന് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈറ്റിലാണെങ്കിൽ നമ്മൾ ഹെഡിനകത്താണ് കൊടുക്കുന്നത്. ഹെഡിനകത്ത് വരുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. അത് ഇവിടെ മാത്രമേ കാണിക്കത്തുള്ളൂ. നമുക്ക് ഈ വിസിബിൾ പോർഷനിൽ എന്ത് വരണം എന്നുണ്ടെങ്കിലും നമ്മൾ ബോഡി പാർട്ടിൽ കൊടുക്കണം. അപ്പോൾ ഈ ബോഡിക്കകത്ത് നമ്മളൊരു ഹെഡിങ് എഴുതാണ്. ഹെഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് H1 to H6. അതായത് H1 ഉപയോഗിക്കുക, H2 യൂസ് ചെയ്യുക, H3 യൂസ് ചെയ്യുക, അങ്ങനെ H6 വരെ 6 ടാഗുണ്ട്. ആദ്യം നമുക്ക് H1 നോക്കാം. H1നകത്ത് ഞാൻ എഴുതുകയാണ് വെൽക്കം ടു eureka എഴുതുകയാണ്. ഇനി എന്താണ്, ആ ടാഗ് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഒരു ഹെഡിങ്ങേ ഉള്ളൂ എനിക്ക്. ഓക്കെ, അപ്പോൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് കൊടുക്കേണ്ട മാറ്റർ കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇനി ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്, കാരണം H6 വരെയുള്ള ടാഗിനും ഇതേ ഫോർമാറ്റ് തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് H1 പകരം H2 എന്നാക്കി കൊടുക്കാം. ഈ 6 ടാഗും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ഒരു തവണ കൊണ്ട് കാണിക്കാനാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ബോഡി ടാഗിനകത്ത് ഞാനൊരു 6 ഹെഡിങ്, അതായത് H1 to H6 വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് കാണിക്കാം. അപ്പം നിങ്ങൾ ഓരോ വട്ടം ഇത് റൺ ചെയ്യേണ്ട, ഒരു വട്ടം റൺ ചെയ്ത് ഈ പ്രോഗ്രാം ഇവിടെ ആയല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടൊരു സാധനം കിടക്കുന്നുണ്ടോ, ഒരു ആരോ പോലത്തെ, അവിടുന്ന് ക്ലിക്ക് ചെയ്താൽ റീലോഡ് ആവും. ഇത് കണ്ടോ, വെൽക്കം ടു eureka എന്ന് 6 തവണ വന്നിരിക്കുന്നു. അത് ഞാൻ 6 വട്ടം കൊടുത്തത് കൊണ്ടാണ്. 1 2 3 4 5 6 കണ്ടോ,
6 തവണ കൊടുത്തിട്ടുണ്ട് 6 ടൈപ്പ് ടാഗിൽ H1 H2 മുതൽ H6. ഇതെന്തിനാന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് H1 ആണ്. നിങ്ങൾ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കും H6 ആണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, H1 ഏറ്റവും വലുത്, അതിലും ചെറുത് H2, പിന്നെ H3, അങ്ങനെ ഏറ്റവും ചെറുതാണ് H6. കണ്ടോ, ഏറ്റവും ചെറുതാണ് H6. ഇത് H ടാഗ് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കളയാണ്. ഇതിപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കളയാണ്. ഇനി ഇവിടെ ഞാനിപ്പോൾ ഒരു ഹിൽ സ്റ്റേഷനെ കുറിച്ച് എഴുതുകയാണെന്ന് വിചാരിക്കാം. മൂന്നാർ. ഓക്കെ, മൂന്നാറിന് എഴുതാണ്. വെൽക്കം ടു മൂന്നാർ. ഇനി എന്താണ്, ഞാൻ മൂന്നാറിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി മൂന്നാറിനെ കുറിച്ചൊരു 3-4 ലൈൻ എഴുതണമല്ലോ. വേറെ ഫയലിനകത്ത് മൂന്നാറിനെ കുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് പി ടാഗ്. പി എന്ന് വെച്ചാൽ പാരഗ്രാഫ് എന്നാണ് അതിൻ്റെ മീനിങ്, പി ടാഗ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ പി ടാഗ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി ആ ടാഗിൻ്റെ ഇടയ്ക്കാണ് മാറ്റർ എഴുതേണ്ടത്. മനസ്സിലായോ? ഇതിങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എൻ്റർ അടിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റർ വരണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പേസ്റ്റ് ചെയ്തു. അതായത് ഇപ്പോൾ മൂന്നാറിനെ കുറിച്ചുള്ളൊരു സെൻറ്റൻസാണ് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇതാ ഇവിടെ റീലോഡ് കൊടുക്കാം. ഇതായത് കണ്ടോ വന്നേ, മൂന്നാർ ഈസ് എ ടൗൺ ആൻഡ് ഹിൽ സ്റ്റേഷൻ ഓൺ വെസ്റ്റേൺ ഗാർഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഓരോ സെൻറ്റൻസും ഓരോ ലൈനിലായിട്ട് നിങ്ങൾക്ക് കാണിക്കണം. ഇതിപ്പോൾ സാധാ ഒരു പാരഗ്രാഫ് കിടക്കുന്ന പോലെയാണല്ലോ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ബ്രേക്ക് വേണം. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് അടുത്ത ലൈനിലാണ് വരേണ്ടത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞൊരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ബ്രേക്ക് ടാഗ്. അത് BR എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതെവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആദ്യത്തെ ഫുൾ സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇതല്ലേ അടുത്ത ലൈനിൽ വേണ്ടത്, ഇവിടെ കൊണ്ടുവന്ന് BR എന്ന് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബ്രേക്കിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ടാഗ് ഇല്ല. BR എന്നുള്ള ഒരൊറ്റ ഓപ്പണിംഗ് ടാഗേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ഇത് നെക്സ്റ്റ് ലൈനൊന്നും ആക്കണ്ട. ഇപ്പോൾ ഇവിടെ BR എന്ന് കൊടുത്തു. ഇനി എന്താ ഇങ്ങനെ പോകുമ്പോൾ ഇത് കളയാം, ജസ്റ്റ് വേണ്ട, 3 ഒരു അഫങ്ങിയായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഇനി എന്താ അടുത്ത ഫുൾ സ്റ്റോപ്പ് കണ്ടു, അവിടെയും ഞാനൊരു BR കൊടുത്തു, ബ്രേക്ക് കൊടുത്തു. കേട്ടോ, ഇനി നോക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവസാനത്തെ വന്നോളുമല്ലോ. ഇനി ഇത് സേവ് ചെയ്തിട്ട് നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റീലോഡ് കൊടുത്താൽ മതി. ഇതായത് കണ്ടോ, ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ച് നെക്സ്റ്റ് ലൈൻ ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ് ബ്രേക്ക് ടാഗ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഈ ബോഡിക്കകത്ത് എഴുതേണ്ട, ആദ്യം ഹെഡിനകത്ത് കൊടുക്കേണ്ട ടൈറ്റിൽ ടാഗ് പറഞ്ഞു, പിന്നെ ബോഡിയിൽ H1 ടാഗ് പറഞ്ഞു, അതിനകത്താണ് ഹെഡിങ് കൊടുക്കേണ്ടത്, പിന്നെ പാരഗ്രാഫ് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ പോലെ എന്തെങ്കിലും. അപ്പം നിങ്ങൾക്ക് ഈ എഴുതിയ ലൈന് ഇപ്പോൾ ഇങ്ങനെ വേണ്ട, കുറച്ച് ഒരു കളർഫുള്ളായിട്ട് വേണം. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം എന്ന് വിചാരിക്കുക പാരഗ്രാഫിന്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് ലൈനിൽ ഇങ്ങനെ കിടക്കല്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല, ഇത് വേറെ എന്തെങ്കിലും ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തപ്പോൾ ബാക്കിലൊരു നീല വന്നാണ്ടോ, അതുപോലെ എന്തെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക? അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് P സ്റ്റൈൽ ഈക്വൽസ് എന്നിട്ടൊരു കോഡ്സിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ആ ലൈനിലാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ലേ നിങ്ങൾക്ക് കളർ വരേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ, COLOR ആണ് കേട്ടോ, COLOUR അല്ല കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ എന്നിട്ടൊരു കോഡ്സ് കൊടുത്തിട്ട് കളറിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ സപ്പോസ് ഗ്രേ എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ട് ഇത് റീലോഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഗ്രേ. അപ്പോൾ ഒന്നും കാണാൻ വയ്യ. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. ടൊമാറ്റോ എന്ന് കൊടുക്കാം. ടൊമാറ്റോ. കുറേ കളേഴ്സാണ് ഈ HTML സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഏതൊക്കെ കളറാണെന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ടൊമാറ്റോ എന്ന് കൊടുത്തിട്ട് ഇത് കണ്ടോ, ടൊമാറ്റോയുടെ ഒരു കളർ വന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് അപ്പോൾ ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഇപ്പോൾ മൂന്നാറിൻ്റെ കാര്യം പറഞ്ഞു, ഒരു ഹെഡിങ് എഴുതി, അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി ഇവിടെ മൂന്നാറിൻ്റെ ഒരു ഇമേജ് നമുക്ക് വരണമല്ലോ അല്ലേ, അപ്പോഴല്ലേ അതിനൊരു ഭംഗിയാവുക. അപ്പോൾ അത് ഇമേജ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാഗാണ്, ഇപ്പോൾ പാരഗ്രാഫ് എല്ലാം കഴിഞ്ഞു. ഇമേജ് കൊടുക്കാനാണ് ഇമേജ് SRC, ഇമേജിൻ്റെ സോഴ്സ്. ഓക്കെ, അതാണ് ഇമേജ് SRC ഈക്വൽ ടു എന്തെങ്കിലും ഒരു ഇമേജ്. ഇപ്പം ഞാനൊരു മൂന്നാറിൻ്റെ ഒരു JPG ഫയൽ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെസ്ക്ടോപ്പിൽ.
അപ്പോൾ ഞാനിവിടെ ഒരു JPG ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാത്താണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ HTML ഫയൽ ഏത് ഫോൾഡറിൽ ഏത് പാത്തിലാണോ സേവ് ചെയ്യുന്നത് അവിടെ തന്നെ വേണം ഈ ഇമേജ് സേവ് ചെയ്യാൻ. ഇല്ലേ പിന്നെ ഇമേജിൻ്റെ പാത്ത് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ മൂന്നാർ.jpg എന്നൊരു ഇമേജ് കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്, ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ റിഫ്രഷ് ചെയ്യാം. ഇത് കണ്ടോ, മൂന്നാറിൻ്റെ ഒരു പടം വന്നത് കണ്ടോ. ഇതാ ഒരു പടം ഞാൻ കൊടുത്തത് വന്നിട്ടുണ്ട്. ഒരു ഹെഡിങ്ങായി, ഡിസ്ക്രിപ്ഷനായി, ഇതായി. ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ ഇമേജിൻ്റെ, അതായത് ഇമേജ് എത്ര വേണോ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഈ ടാഗിൽ തന്നെ കൊടുക്കാം. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വിഡ്ത്ത് ഞാൻ കൊടുക്കുകയാണ്. വിഡ്ത്ത് ഒരു 1000, സ്പേസ് ഇട്ടിട്ട് കോമയൊന്നും വേണ്ട. ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 500 കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1000 500 എന്നുള്ളത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കോഡ്സിൽ വേണം കൊടുക്കാൻ. 1000 500. ഇനി സേവ് ചെയ്യാം. എന്നിട്ട് ഇത് റിഫ്രഷ് ചെയ്യാം. ഇത് കണ്ടോ, ഇത്രയാണ് 1000 500 കൊടുക്കുമ്പോൾ. ഇതാണ് വിഡ്ത്ത് 1000 ഉള്ളതും ഹൈറ്റ് 500 ഉള്ളതും. ഇനി നിങ്ങൾക്ക് ഇത് വേണേൽ കൂട്ടിയും കൊടുക്കാം, കുറച്ചും കൊടുക്കാം. അതപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. 500 എന്നുള്ളത് മാറ്റി ഒരു 500, ചെറിയൊരു സൈസ് നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഇതാ അപ്പോൾ ഒരു ചെറിയ സൈസായി. ഇതത്ര ഭംഗിയില്ല. ഇതപ്പോൾ ഒരു 1000 ഒരു 600 കൊടുക്കാം. എന്നിട്ട് റിഫ്രഷ് ചെയ്യാം. ഇതാ അപ്പോൾ ഏകദേശം ഒരു ഭംഗിയുള്ളൊരു ഇമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിഡ്ത്തും ഹൈറ്റും വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ പോലുള്ള എഡിറ്ററുകൾ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെയിൻ ടാഗുകളെല്ലാം വരും. HTML കൊടുക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, HTML ടാഗല്ലേ ആദ്യം ഓപ്പൺ ചെയ്തത്, അത് അവസാനമാണ് ക്ലോസ് ആവേണ്ടത്. പിന്നെ ഹെഡിനകത്ത് എഴുതാൻ പറ്റുന്ന ടൈറ്റിൽ ടാഗ് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ മെയിനായിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ വിസിബിൾ പോർഷൻ എന്താണോ അത് നമ്മുടെ ബോഡി ടാഗിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ വിസിബിൾ പോർഷൻ എല്ലാം എഴുതിയിട്ട് വേണം ഈ ബോഡി ടാഗ് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ahref ഈക്വൽ ടു നമ്മുടെ ലിങ്ക് എന്താണോ അത് കോഡ്സിൽ കൊടുക്കണം. അപ്പോൾ ഏത് പേജിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്ത് പോകേണ്ടതെന്ന്. അപ്പം ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കോപ്പി ചെയ്യാണ്. അത് ഈ കോഡ്സിനകത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ദിസ് ലിങ്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും. ആ ലിങ്കിൽ വരുന്ന മെസ്സേജ്, ആ ലിങ്കിൽ എന്താണ് പേര് കൊടുക്കുന്നതെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. ഇനി ഇത് റീലോഡ് ചെയ്യുമ്പോൾ ക്ലിക്ക് ദിസ് ലിങ്കിൽ എന്ത് വേണേൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ഫയലിൻ്റെ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോയി. ബാക്ക് അടിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്ത ലിങ്കിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോയി. ഇവിടെ നിങ്ങൾക്ക് വേറെ ഏത് ലിങ്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് കേസ് സെൻസിറ്റീവ് അല്ല. അതായത് ഇപ്പോൾ ഈ ബോഡി H1A എന്നൊക്കെ ടാഗ് നമ്മൾ സ്മോൾ ലെറ്റേഴ്സിലല്ലേ കൊടുത്തത്, അത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.